മലബാറിലെ ഹയർ സെക്കൻഡറി സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രിയെ സമീപിച്ച മലബാർ എഡ്യൂക്കേഷൻ മൂവ്മെന്റിനോട് മന്ത്രിയും വകുപ്പ് സെക്രട്ടറിയും ഒരു ന്യായം പറഞ്ഞിരുന്നു. കേരളത്തിൽ സ്കൂൾ അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം ഓരോ വർഷവും കുറഞ്ഞുവരികയാണ്. ഇപ്പോൾ പുതിയ ബാച്ചുകൾ അനുവദിച്ചാൽ പുതിയ തസ്തികകൾ സൃഷ്ടിക്കേണ്ടിവരും. 10 വർഷം കഴിയുമ്പോൾ ഈ അധ്യാപകർക്ക് പണിയില്ലാതാകും. സർക്കാർ ഖജനാവിൽ നിന്ന് വെറുതെ ശമ്പളം കൊടുക്കേണ്ടിവരും. ഇപ്പോൾ തന്നെ ആയിരക്കണക്കിന് പണിയില്ലാതായ പ്രൊട്ടക്റ്റഡ് എയ്ഡഡ് സ്കൂൾ അധ്യാപകരെ സർക്കാർ സംരക്ഷിക്കേണ്ടി വരുന്നുണ്ട്. കേൾക്കുമ്പോൾ ന്യായമാണ് എന്ന് തോന്നില്ലേ? അന്ന് എം മന്ത്രിയോട് പറഞ്ഞത്, നിങ്ങൾ മലബാറിൽ പുതുതായി ഒരു നിയമനം പോലും നടത്തേണ്ടതില്ല, താൽക്കാലിക അധ്യാപകരെ വെച്ച് കുട്ടികളെ പഠിപ്പിക്കൂ. നിങ്ങൾ പറയുന്ന പോലെ ഓരോ വർഷവും കൂടുതലായി വരുന്ന അധ്യാപകരെയും സർക്കാരിന് ബാധ്യതയായ പ്രൊട്ടക്റ്റഡ് അധ്യാപകരെയും മലബാറിലേക്ക് നിയമിക്കൂ. മന്ത്രിയും ഉദ്യോഗസ്ഥരും മുഖത്തോട് മുഖം നോക്കിയതല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല. ഇന്നത്തെ വാർത്ത നോക്കൂ. 1368 പുതിയ തസ്തികകൾ എയ്ഡഡ് മേഖലയിൽ. നാളെ ഇവർക്ക് പണിയില്ലാതാകും എന്ന ബേജാർ മലബാറിന്റെ കാര്യത്തിൽ മാത്രമേയുള്ളൂ. ഓരോ എയ്ഡഡ് പോസ്റ്റിനും മാനേജ്മെന്റ് ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങുമെന്നും അതിന്റെ ഓഹരി ഭരിക്കുന്ന മന്ത്രിക്കും പാർട്ടിക്കും കിട്ടുമെന്നും ആർക്കാണ് അറിയാത്തത്? ഇപ്പോഴത്തെ നിലവാരമനുസരിച്ച് 600 കോടിയുടെ കച്ചവടമാണ് നടക്കുന്നത്. 1368 തസ്തികകൾ ആർക്കൊക്കെ കിട്ടി എന്ന എണ്ണമെടുത്താൽ സവർണ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ കയ്യൊപ്പ് തീർച്ചയായും കാണാൻ കഴിയും. ഒരു കാര്യം കൂടി. എയ്ഡഡ് മേഖലയിലെ നിയമനങ്ങൾ സർക്കാരിന് വിടുന്നതിൽ പരാതിയില്ല എന്ന് SNDPയും MES ഉൾപ്പെടെ മുസ്ലിം സംഘടനകളും നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. പട്ടികജാതി, പട്ടികവർഗ വിഭാഗങ്ങൾക്ക് എയ്ഡഡ് സ്ഥാപനങ്ങളില്ല. അതായത് ജനസംഖ്യയുടെ 75% വരുന്ന വിഭാഗങ്ങൾ എയ്ഡഡ് മേഖലയിലെ നിയമനങ്ങൾ സർക്കാർ ഏറ്റെടുക്കുന്നതിന് അനുകൂലമാണ്. 25% വരുന്ന സവർണ, നായർ, ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ താൽപര്യപ്രകാരമാണ് മാനേജ്മെന്റ് നിയമനവും സർക്കാർ ശമ്പളവും കൊടുക്കുന്ന ഇടപാട് തുടരുന്നത്. ഭരണപക്ഷത്തോ പ്രതിപക്ഷത്തോ ഉള്ള യുവജന സംഘടനകൾക്ക് ഇതിൽ പരാതിയുമില്ല. കാട്ടിലെ തടി തേവരുടെ ആന, വലിയടാ വലി.